അടുത്ത് നമുക്ക് ഈ റോട്ടർ എൻറിങ് കറണ്ട്, സ്ക്വിറൽ കേജ് റോട്ടറിൻ്റെ എൻറിങ്ങിൽ കൂടെ പോകുന്ന കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. എന്നെങ്കിൽ നമുക്ക് എൻറിങ്ങിൻ്റെ സൈസും കണ്ടുപിടിക്കും. എന്താണ് എൻറിങ് എന്ന് പറയുന്നത്? എൻറിങ് എന്ന് പറയുന്നത് സ്ക്വിറൽ കേജ് റോട്ടർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്വിറൽ കേജ് റോട്ടർ അപ്പോൾ നമുക്ക് ഇത് റോട്ടർ, ഇതിനകത്ത് റോട്ടർ ബാഴ്സ് വെക്കും. റോട്ടർ ബാഴ്സ് എങ്ങനെയാണ് വെക്കുന്നത്? നമുക്കൊരു സ്ലൈറ്റ്ലി ഇൻക്ലൈൻഡ് ആയിട്ട് ചെറിയ ഇൻക്ലിനേഷൻ കൊടുത്തുകൊണ്ട് ഷാഫ്റ്റിൻ്റെ പാരലായിട്ടല്ല, ഇതാണ് നമ്മൾ റോട്ടർ സ്ലോട്ട്സ്. ഒരു ചെറിയ ഇൻക്ലിനേഷൻ വെച്ചുകൊണ്ട് നമ്മൾ റോട്ടർ വെച്ചിരിക്കുന്ന റോട്ടർ സ്ലോട്ട്സിനകത്ത് നമ്മൾ വെക്കും. ഇങ്ങനെ നിരവധി റോട്ടർ കണ്ടക്ടേഴ്സ് ഉണ്ട്. റോട്ടർ കണ്ടക്ടേഴ്സ് റോട്ടറിൽ സ്ലോട്ട്സ് ഒരുപാട് വരത്തില്ല, ഇത് തന്നെ കൂടുതലായിരിക്കും സ്ക്വിറൽ കേജ് റോട്ടർ ഇൻക്ലിനേഷൻ. എന്നിട്ട് ഇതെല്ലാം കൂടെ എങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും? അതിനാണ് എൻറിങ്. അപ്പോൾ ഇവിടെ ഒരു എൻറിങ് ഉണ്ട്. ഈ എൻറിങ്ങിലോട്ടാണ് നമ്മൾ ബ്രേസ് ചെയ്യുകയോ വെൽഡ് ചെയ്ത് ചേർത്തോ പിടിപ്പിക്കുന്നത്. എൻറിങ്, ദിസ് ഈസ് ദ എൻഡ് റിങ്. അപ്പോൾ ഇവിടെ മാത്രം പോരാ, നോട്ട് ഓൺലി ഓൺ ദിസ് എൻഡ്, പക്ഷേ ഈ എൻഡിലും വേണം. അപ്പോൾ എല്ലാ കണ്ടക്ടേഴ്സും രണ്ടറ്റത്തും രണ്ട് സൈഡിലും നമ്മൾ ഷോർട്ട് ചെയ്യും. സോ ദീസ് ആർ ദ 2 end rings. ഇത് റോട്ടർ കണ്ടക്ടേഴ്സാണ്, ദ റോട്ടർ ബാർസ്, and this is one end ring, this is one end ring, and this is the second end ring. ഇനി നമ്മൾ പലപ്പോഴും നമ്മൾ ഡെവലപ്ഡ് വ്യൂ നമ്മളിങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഒന്ന് വെട്ടിമുറിക്കും. ഒരു സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട്, നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് സെക്ഷൻ ചെയ്യാമെന്ന് പറയും. സെക്ഷൻ ചെയ്തിട്ട് അവനെ നൂത്ത് വെക്കും. അതിനാണ് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ നിരന്നിരിക്കും. അങ്ങനെ അപ്പോൾ നമ്മളെങ്ങനെ വരും? ഇവിടെ എൻറിങ് മുകളിലും താഴെയായിട്ട് വരും. എൻറിങ് താഴെ വേറെ എൻറിങ്. സോ ദ 2 end rings. എന്നിട്ട് ഈ എൻറിങ്ങിനായിട്ടുള്ള റോട്ടർ ബാർസ് കണക്ട് ചെയ്തിരിക്കും. റോട്ടർ ബാർസ്, റോട്ടർ കണ്ടക്ടർ ഇങ്ങനെ വരും. ഇതാണ് ഡെവലപ്ഡ് വ്യൂ ഓഫ് ദ റോട്ടറിൻ്റെ ഡെവലപ്ഡ് വ്യൂ. നമ്മൾ കട്ട് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻജിനീയറിംഗ് സെൻസിൽ ഇതാണ് കട്ട് ചെയ്തിട്ട്. അപ്പം ഇവിടെ കട്ട് ചെയ്തു, എക്സ് എന്ന് കട്ട് ചെയ്യുന്ന സെക്ഷനാണ്. അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് മുകളിലും താഴെയും ഉള്ളത് എൻറിങ് ആണ്, ഇത് താഴത്തെ മറ്റേ സൈഡിലെ എൻറിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടക്ടേഴ്സ്, റോട്ടർ കണ്ടക്ടേഴ്സ്. അപ്പോൾ ഇത് റോട്ടർ കറങ്ങുമ്പോൾ ഒരു സൈഡിലോട്ട് ഇങ്ങോട്ടോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ആ എൻറിങ്ങിൽ കൂടെ എന്ത് കറണ്ട് പോകുമെന്നാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. എൻറിങ്ങിൽ കൂടെയുള്ള കറണ്ട്, കാരണം എൻറിങ്ങിൻ്റെ സൈസും വേണം. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന എൻറിങ്ങാണ്. ദിസ് ഈസ് ദ എൻഡ് റിങ്. This is the end ring. This is another end ring. അപ്പോൾ മുകളിൽ താഴെയുള്ള എൻറിങ് ആണ്.
ഇനി ആ റോട്ടർ ബാഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, നേരത്തെ വരച്ച് കാണിച്ച റോട്ടർ ബാഴ്സ്. അപ്പോൾ ഇതിനകത്തൂടെ എങ്ങനെയാണ് കറണ്ട് പോകുന്നത്, ഇൻഡ്യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം സ്ക്വിറൽ കേജ് റോട്ടറിൻ്റെ കാര്യം നമ്മളിപ്പം പറയുന്നത്, സ്ലിപ്പറിങ്ങിൻ്റെ കാര്യം പിന്നെ. അപ്പോൾ ഇത് സ്ക്വിറൽ കേജ് റോട്ടറിൻ്റെയാണ്. അപ്പം മുകളിലും താഴെയുള്ള രണ്ട് സൈഡിലുള്ള എൻട്രിങ് മുകളിലും താഴെയും കൊടുത്തിരിക്കുന്നു, തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് റോട്ടർ ബാഴ്സ്. അപ്പോൾ ഇത് ഒരു 2 പോളുള്ള മെഷീനാണെന്ന് വിചാരിക്കുക. അതായത് സ്റ്റേറ്ററിൽ 2 പോളിനുള്ള വൈൻഡിങ്, ആക്ച്വൽ ഫിസിക്കൽ പോൾസ് ഇല്ലല്ലോ. അപ്പോൾ ഈ ഇൻഡക്ഷൻ മൂലം റോട്ടറിലും 2 പോൾസ് ഇൻഡ്യൂസ് ചെയ്യും, 2 പോളിൻ്റെ ഇഫക്റ്റിന് തുല്യമായിട്ടുള്ള ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പോൾ പിച്ച് സ്ഥലം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ ഒരു പോളിൻ്റെ സ്വാധീന മേഖല. അപ്പം നോർത്ത് പോളിൻ്റെ ആണെങ്കിൽ നോർത്ത് പോളിൻ്റെ സ്വാധീന മേഖലയാണ് ഇവിടുന്ന് ഇവിടം വരെയുള്ളത്. ഇതൊരു പോൾ പിച്ചാണ്. ദിസ് ഈസ് 1 പോൾ പിച്ച് ഏരിയ, പോൾ പിച്ച് ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് അടുത്ത വരെയുള്ളത് ഫ്രം ഹിയർ ടു ഹിയർ അനദർ ദ സെക്കൻഡ് പോൾ പിച്ച്. ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പോൾ പിച്ച്. ഇതാണ് നോക്കണം, പോൾ പിച്ച്. അപ്പം because of the state of flux, അപ്പോൾ ഇവിടെ നോർത്ത് പോളിൻ്റെ സ്വാധീനമാണെങ്കിൽ, നോർത്ത് പോൾ ഫ്ലക്സ് ആണെങ്കിൽ, we assume that the EMF induced will be in one direction. നോർത്ത് പോൾ ആണെങ്കിൽ EMF ഇങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ സൗത്ത് പോൾ ആകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. So this is the EMF. In figure B, the EMF induced ഇവിടെ എഴുതിയിട്ടുണ്ട്. In figure A shows the developed view. Figure A shows the developed view of the squirrel cage rotor. The rotating magnetic field produced by the 3-phase stator winding produces EMF in the rotor bars. സ്റ്റേറ്ററിലെ 3-phase വൈൻഡിങ്ങിൽ നമ്മൾ 3-phase സപ്ലൈ കൊടുക്കുമ്പോഴുണ്ടാകുന്ന റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് മൂലം റോട്ടർ ബാഴ്സിൽ EMF ഇൻഡ്യൂസ് ചെയ്യും. produces EMF in the rotor bars which are sinusoidally distributed as shown in space. അപ്പം ആ റോട്ടർ കണ്ടക്ടേഴ്സിലുണ്ടാകുന്ന അതാണ് ഫിഗർ ബി ഷോസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി EMFs ഇൻ ദ ബാർസ്. ഈ ഫിഗർ ബിയിൽ കാണിച്ചിരിക്കുന്നത് ഈ ഓരോ ബാറിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF ആണ് കാണിച്ചിരിക്കുന്നത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ നോർത്ത് പോൾ, ഇത് നോർത്ത് പോളിൻ്റെ ഏരിയ ആണെങ്കിൽ ഇത് സൗത്ത് പോളിൻ്റെ ഏരിയ. അപ്പോൾ നോർത്ത് പോളിൻ്റെ സെൻറ്റർ പോയിൻ്റാണിത്, സൗത്ത് പോളിൻ്റെ സെൻറ്റർ പോയിൻ്റാണിത്. എപ്പോഴും നമുക്കറിയാം ഒരു കണ്ടക്ടർ പോളിൻ്റെ സെൻറ്ററിൽ വരുമ്പോഴാണ് അവിടെ മാക്സിമം EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്, അപ്പോൾ നോർത്ത് പോൾ അണ്ടറിൽ നടുവിൽ വരുന്ന കണ്ടക്ടറിൽ മാക്സിമം പോസിറ്റീവ് EMF ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ, അതേസമയം സൗത്ത് പോളിൻ്റെ മിഡിലിൽ വരുന്ന റോട്ടർ കണ്ടക്ടറിൽ മാക്സിമം നെഗറ്റീവ് EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പം ബാക്കിയുള്ള കണ്ടക്ടേഴ്സ് എങ്ങനെയാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ബി ആക്ച്വലി സിനുസോയിഡലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ സ്പേസ്. ഈ ദൂരേക്ക് നടുവിൽ നിന്ന് ഇങ്ങോട്ട് മാറി അരികിലേക്ക് പോകുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വരും. ഏത് രീതിയിലാണ്? അത് സിനുസോയിഡലായിട്ട് വേരി ചെയ്യും. സിനുസോയിഡ് ഇത് മാക്സിമം ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഉള്ള സംഗതി EM സൈൻ തീറ്റ, ഇവിടെ നിന്നുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ ഇത് ഇവിടെ വരുമ്പോൾ തീറ്റ 90 ഡിഗ്രി ആവും. അപ്പോൾ EM സൈൻ തീറ്റ ഇവിടെ നിന്നോട്ട് സിനുസോയിഡിൽ, ആ തീറ്റ എന്ന് പറയുന്ന സ്പേസിലെ ആംഗിളാണ്. അപ്പോൾ സിനുസോയിഡിൽ ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് സമം ഇവിടെ നിന്നുള്ള ആംഗിൾ θ2 ആണെങ്കിൽ ഈ മാക്സിമം EMF ഇൻറ്റു സൈൻ ഓഫ് θ2. അതാണ് സിനുസോയിഡലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ സ്പേസ് എന്ന് പറയുന്നത്. സ്പേഷ്യലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സ്പേസിൽ ഒരു നിശ്ചിത അകലത്തിൽ വെച്ചിരിക്കപ്പെട്ടിരിക്കുകയാണ് ഈ റോട്ടർ കണ്ടക്ടേഴ്സ്. അപ്പോൾ ഈ ദൂരേക്ക് നടുക്കുള്ള കണ്ടക്ടറിനകത്താണ് മാക്സിമം EMF ഉണ്ടാകുന്നത്. ദൂരേക്ക് ചെല്ലും തോറും EMF ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ അത് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ആരോ കാണിച്ചത്. ഇത് ആക്ച്വലി ഇത് കറണ്ടിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഇവിടെ ഈ കണ്ടക്ടറിൽ മാക്സിമം EMF ഉണ്ടാകുന്നു, ഈ കണ്ടക്ടറിൽ മാക്സിമം നെഗറ്റീവ് EMF. അതുപോലെ ഇവിടെ, അപ്പോൾ ഇവിടുത്തെ EMF ഇവിടെ EMF ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ EMF ഇപ്പുറത്തെ EMF തിരിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 5 വോൾട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു 5 വോൾട്ട് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു ഇത് തമ്മിൽ ഈ എൻട്രിങ് വഴി കണക്ട് ചെയ്തിരിക്കുക. മുകളിലും താഴെ എൻട്രിങ് വഴി കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ 2 EMF ഉണ്ട്. ഒന്ന് 5 വോൾട്ട് ഇങ്ങനെ,
ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ സൗത്ത് പോളിൻ്റെ അണ്ടറിലൊരു EMF ഉണ്ട്, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പം എൻട്രിങ് വഴി 5 വോൾട്ടാണ് തമ്മി. അപ്പോൾ ഇത് നേരിട്ടൊരു കണക്ഷനാണ്, ഒരു ഡയറക്റ്റ് ഷോർട്ട് സർക്യൂട്ടാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ത്രൂ ദിസ് പാത്ത്, through the rotor conductors and through these 2 rotor conductors and through the end ring, because of the end ring the path is completed, a current can flow. So a current will flow like this. അപ്പോൾ ആ കറണ്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എ കറണ്ട് വിൽ ഫ്ലോ ലൈക്ക് ദിസ്. നോർത്ത് പോളിൻ്റെ അണ്ടറിലുള്ള ഈ കണ്ടക്ടറും സൗത്ത് പോളിൻ്റെ അണ്ടറിലുള്ള ഈ കണ്ടക്ടറും തമ്മിൽ ഒരേ EMF ആണ് അപ്പുറത്തും ഇപ്പുറത്തും ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സോ എ കറണ്ട് വിൽ ഫ്ലോ ലൈക്ക് ദിസ്. തൊട്ടിപ്പുറത്തെ കണ്ടക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ an equal magnitude of EMF is induced in this actually as well as in this conductor under the south pole, but the EMF induced is oppositely directed but equal EMF. നേരത്തെ 5 ഞാൻ കൺസിഡർ ചെയ്തു, ഇത് 8 ആണെങ്കിൽ ഇവിടെ 8 ഉണ്ട്, ഇപ്പുറത്തും 8 വോൾട്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അപ്പം അത് 8 എ കറണ്ട് ക്യാൻ ഫ്ലോ ബിറ്റ്വീൻ ദിസ്. സോ there will be a current flow through this. ആൻഡ് ഇവിടെ ഇപ്പുറത്ത് വരുമ്പോഴോ മാക്സിമം EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കണ്ടക്ടർ, അതിനകത്തൂടെയും ഒരു കറണ്ട്, ഇതും അതിൻ്റെ റിട്ടേൺ പാത്ത് സൗത്ത് പോളിൻ്റെ അണ്ടറിലുള്ള മിഡിലുള്ള കണ്ടക്ടർ വഴിയാണ്. സോ എ കറണ്ട് വിൽ ഫ്ലോ ലൈക്ക് ദിസ്. ഇതിനകത്ത് പകുതി കറണ്ട് പോകുന്നത് ഇപ്പുറത്തെ കണ്ടക്ടറിലൂടെയാണ്. അപ്പോൾ ആ കറണ്ട് പാത്താണ് കാണിച്ചിരിക്കുന്നത്. സോ ദിസ് ഷോസ് ദി കറണ്ട് ത്രൂ ദ റോട്ടർ ബാർസ്. current through the rotor bars. അതാണ് സിയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കറണ്ടിൻ്റെ ഒരു ഡയറക്ഷൻ കൂടിയാണ് അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ കറണ്ട് ഫ്ലോസ് ത്രൂ ദി സ്ക്വിറൽ കേജ് റോട്ടർ. അപ്പോൾ എൻ റിങ്ങിൽ കൂടെ കറണ്ടുണ്ട്. ഇനി ആ എൻട്രിങ് കറണ്ട് എവിടെയാണ് മാക്സിമം? എൻട്രിങ്ങിലെ കറണ്ട് ഇവിടെയാണ് മാക്സിമം ആവുന്നത്, അറ്റ് ദിസ് പൊസിഷൻ. ഈ കറണ്ടിൻ്റെ എല്ലാം കൂടെ സം ആണ് ഇവിടെ വരുന്നത്, സം. അപ്പോൾ ഇവിടെ വരുമ്പോഴോ നോക്കണം, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, കണ്ടില്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട്. സോ ദ എൻട്രിങ് കറണ്ട് വിൽ ബി ലൈക്ക് ദിസ്. ഇറ്റ് വിൽ ബി എ സിനുസോയിഡൽ കറണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ എൻട്രി കറണ്ട് എന്താണെന്ന് നോക്കാം. സപ്പോസ് ദി സെയിം മാക്സിമം കറണ്ട് ഫ്ലോസ് ഇൻ ഓൾ ദി റോട്ടർ ബാർസ് ആൻഡ് ലെറ്റ് ഇറ്റ് ബി IB മാക്സിമം. അപ്പം ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, റോട്ടർ ബാർസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബാർ ഇവിടെ വരുമ്പോൾ ഈ ബാറിൽ കൂടെ ആയിരിക്കും മാക്സിമം കറണ്ട്. അടുത്ത് ഒരു അല്പം കഴിയുമ്പോഴത് ഈ ബാർ മൂവ് ചെയ്ത് ഇവിടെ വരുമ്പോൾ ഈ ബാറിൽ കൂടെ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ എല്ലാ കറണ്ടിൽ കൂടെയും മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യും, അല്പം സമയത്തെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ എൻട്രിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നോക്കണം, എൻട്രിങ്ങിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ 3 കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ടിൻ്റെ സമ്മാണ്, ഈ 3 കണ്ടക്ടറിൽ കൂടെ. അപ്പോൾ എത്ര റോട്ടർ ബാഴ്സ് ഉണ്ടോ, അപ്പോൾ ഇത് ഒരു പോൾ പിച്ചിൽ എത്ര റോട്ടർ ബാഴ്സ് ഉണ്ടോ അതിൻ്റെ പകുതി. അപ്പോൾ ഇവിടെ എത്രയാണ്? ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത് 5 കണ്ടക്ടേഴ്സാണ്, റോട്ടർ കണ്ടക്ടേഴ്സാണ് ഒരു പോൾ പിച്ച്. അപ്പോൾ 2.5 കണ്ടക്ടേഴ്സിൽ കൂടെ പോകുന്ന കറണ്ടിൻ്റെ സമ്മായിരിക്കും എൻട്രിങ്ങിൽ കൂടെ പോകുന്ന കറണ്ട്. എൻട്രിങ്ങിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പോൾ പിച്ചിൽ എത്ര കണ്ടക്ടേഴ്സ് വരുന്നുണ്ടോ അതിൻ്റെ പകുതി കണ്ടക്ടേഴ്സ് ഇല്ലേ? 2.5 കണ്ടക്ടേഴ്സിൽ കൂടെ പോകുന്ന കറണ്ട്. ഇവിടെ 5 കണ്ടക്ടർ ഒരു പോൾ പിച്ചിൽ, ഇവിടെ 5, അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തും 5 ആയിരിക്കും. അപ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്യാം. ദ എൻട്രിങ് കറണ്ട്, ജനറൽ എക്സ്പ്രഷൻ ഫോർ ദ എൻട്രിങ് കറണ്ട് ഈസ്, ഇവിടെ നമ്മൾ I എന്നൊന്നും കൊടുക്കണ്ട. എൻട്രിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ താഴെ ഒരു കൺഫ്യൂഷൻ വരും, അതുകൊണ്ടാണ് ഞാനത് I അങ്ങ് മായ്ച്ച് കളയുന്നത് തൽക്കാലം. എൻട്രിങ് കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ദ റോട്ടർ ബാർസ് പെർ പോൾ ഡിവൈഡഡ് ബൈ 2. ഒരു പോളിൻ്റെ കീഴിലുള്ള, അതാണ് ഒരു പോൾ പിച്ചിൻ്റെ കീഴിലുള്ള കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്, അതിൻ്റെ പകുതി. റോട്ടർ ബാർസ് പെർ പോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കറണ്ട് പെർ ബാർ. അപ്പോൾ നമുക്ക് റോട്ടർ ബാർസിന് നമ്മൾ കൊടുക്കുന്നത് SR എന്നാണ്. റോട്ടർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നതിൻ്റെ നമ്മൾ നൊട്ടേഷൻ SR. അപ്പോൾ റോട്ടർ ബാർസ് പെർ പോൾ എന്ന് പറയുമ്പോൾ SR ബൈ P ഡിവൈഡഡ് ബൈ 2
ഇൻറ്റു റോട്ടർ ബാഴ്സിൽ കൂടെ പോകുന്ന മാക്സിമം കറണ്ട് ഐ ബി മാക്സിമം. അപ്പോൾ എസ് ആർ ബൈ 2p ഇൻറ്റു ഐ ബി മാക്സിമം. ബട്ട് ദ കറണ്ട് ഇൻ ഓൾ ദ ബാഴ്സ് ഈസ് നോട്ട് മാക്സിമം സൈമുൾട്ടേനിയസ്ലി, ഒരേ സമയമല്ല, but sinusoidally varying. Hence, the maximum value of the entering current will be the average in half of the bars. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. അപ്പം ഇതിനകത്ത് വരുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന കറണ്ടിൻ്റെ ആവറേജ് വാല്യൂ. ഇതിനകത്തൂടെ കറണ്ട് പലപ്പോഴും പല കറണ്ടാണല്ലോ, എല്ലാത്തിനകത്തൂടെ അവസാനം മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യും, പിന്നെ അത് വീണ്ടും സിൻസുവലായിട്ട് വേരി ചെയ്യും. ഇപ്പോൾ ആക്ച്വലി ഇവിടെ വരുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എൻട്രിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ആവറേജ് ഓഫ് ദി കറണ്ട്. ആവറേജ് എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി സിനുസോയിഡിൽ വേരിയിങ്. അപ്പം നമുക്കറിയാം ഒരു സിനുസോയിഡൽ റിലേഷൻഷിപ്പിൽ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2/π ഇൻറ്റു ദ മാക്സിമം വാല്യൂ 2/π അല്ലേ. സിനുസോയിഡൽ ക്വാണ്ടിറ്റി ആകുമ്പോൾ 2/π ഇൻറ്റു മാക്സിമം. അപ്പം 2/π ഇൻറ്റു SR/2/π ഇൻറ്റു SR/2p, ഇവിടുത്തെ 2p, SR/2p ഇൻറ്റു ഐ ബി മാക്സിമം. അപ്പോൾ 2 ക്യാൻസലായിപ്പോയി. ഈസ് SR/πp ഇൻറ്റു ഐ ഇ മാക്സിമം, SR/IB ഇൻറ്റു മാക്സിമം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സിൻസ് ദ ബാർ കറണ്ട് വേരീസ് സിനുസോയിഡലി ഐ ബി മാക്സിമം, ബാർ കറണ്ടും സിനുസോയിഡലായിട്ട് വേരി ചെയ്യുക. ഈ ഓരോ ബാറിൽ കൂടെയുള്ള കറണ്ടും സിനുസോയിഡലായിട്ട് വേരി ചെയ്യുക. ഓരോ ബാറിലുമുള്ള കറണ്ട്, ഈ കറണ്ട് സിനുസോയിഡലായിട്ട് വേരി ചെയ്യുക. അപ്പോൾ അതിനകത്ത് മാക്സിമം കറണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ RMS കറണ്ട്, √2IB മാക്സിമം ആൻഡ് വേർ IB ഈസ് ദി RMS വാല്യൂ ഓഫ് ദി ബാർ കറണ്ട്. ഈ IB എന്ന് പറയുന്ന RMS വാല്യൂ ഓഫ് ദി ബാർ കറണ്ട് ആണെങ്കിൽ നമുക്ക് IB മാക്സിമം എന്ന് പറയുന്ന √2 RMS ഈക്വൽ ടു IM/√2 ആണ്. അപ്പോൾ മാക്സിമം വാല്യൂ ഈക്വൽ ടു √2 ടൈംസ് RMS വാല്യൂ, ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് പറയാം. അപ്പോൾ നമുക്ക് I മാക്സിമം സമം SR/πp ഇൻറ്റു IB എന്ന് നമുക്ക് IB മാക്സിമം എന്ന് കിട്ടി, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് √2IB. RMS വാല്യൂ ഇത് എൻട്രിങ് കറണ്ട്, ഇത് മാക്സിമം വാല്യൂ ആണ്. RMS വാല്യൂ ഇത് എൻട്രിങ് കറണ്ട് ഈസ് ദിസ് ഡിവൈഡഡ് ബൈ √2. അപ്പോൾ SR/πp ഇൻറ്റു ആ √2 ക്യാൻസലായിപ്പോയി ഇൻറ്റു I. സോ റിമെമ്പർ ദിസ് എക്സ്പ്രഷൻ, ദി RMS വാല്യൂ ദി എൻട്രിങ് കറണ്ട് ഈസ് SR/πp ഇൻറ്റു IB. ഈ ഡെറിവേഷൻ പലപ്പോഴും ചോദിക്കുന്നതാണ്. ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് മനസ്സിലാക്കാൻ ഒരു അല്പം 1-2 സ്റ്റെപ്പ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കുക. പല കാര്യങ്ങളും മനസ്സിലായെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കൺസെപ്റ്റ് ഉണ്ടെങ്കിലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എനിവേ ദിസ് ഡെറിവേഷൻ ഹാസ് ടു ബി സ്റ്റഡീഡ്. പലപ്പോഴും റീസെൻ്റ്ലി ഓൾസോ ഇറ്റ് വാസ് യൂസ്ഡ്, ദിസ് വാസ് ആസ്ഡ്. അപ്പോൾ അത് പഠിക്കുക. ആൻഡ് റിമെമ്പർ ദിസ് എക്സ്പ്രഷൻ, സ്ക്വിറൽ കേജ് റോട്ടറിലെ എൻട്രിങ്ങിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ SR/πp ഇൻറ്റു IB ആണ്.